അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഒരു N18 വീഡിയോ ആണ്. ബിസിനസ് ഇമെയിൽ തന്നെ വേണം, എന്നാലാണ് നമ്മൾക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആയിട്ടുണ്ട്. API ആക്സസ് എന്നതിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ API കീയും അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ചാറ്റ് മെസ്സേജ് ആണ് നമ്മുടെ ഫസ്റ്റ് നോഡ് വരുന്നത്. 4 യൂസ് കേസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കണ്ടന്റ് അനാലിസിസ്, ടോപ്പ് 10 കീവേഡ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഈ വർഷവും നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഒരു N18 വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു ഓൺ ബിസിനസ് ഉള്ളവരോ ആണെങ്കിൽ ഏറ്റവും നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് SEO അല്ലേ. നിങ്ങൾക്ക് ഒരു ഡെഫിനറ്റ്ലി ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും ഒരു ബിസിനസ് ആണെങ്കിൽ. അപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സർവീസസ് ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് SEO. ഈ SEO ടൂളുകൾക്കൊക്കെ ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ട് ഒരുപാട് എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഒരു MCP AI ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ SEO എക്സ്പെർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതും ലൈവായിട്ടുള്ള ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഏജൻറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾക്ക് യൂഷ്വലി നിങ്ങൾക്ക് ടൂൾസിന് വരുന്ന കോസ്റ്റ് നമുക്കവിടെ കട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള N18 വീഡിയോസ് ഒരു ബിഗിനർ ലെവൽ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അതായത് N18 എന്ന് പറയുമ്പോൾ ഓട്ടോമേഷനാണ്. നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾക്ക് AI യൂസ് ചെയ്തിട്ട് മണി ഏൺ ചെയ്യാമെന്നുള്ളത്. അതിലൊരുപാട് പേര് പറഞ്ഞ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നു. AI വീഡിയോ ജനറേഷനൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞത് AI ഓട്ടോമേഷൻ ആണ്. AI ഓട്ടോമേഷന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം N18 യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ബിഗിനർ ലെവൽ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ N18 ബിഗിനർ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവൽ വീഡിയോസ് ആണ് വേണ്ടത്, ഇതുപോലെ നമ്മൾ വർക്ക് ഫ്ലോസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് ലെവൽ വീഡിയോസ് ആണ് വേണ്ടതെങ്കിൽ N18 അഡ്വാൻസ്ഡ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്നാലാണ് നമ്മൾക്കും വ്യൂവേഴ്സിന് ഏത് കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് അവർക്ക് ആവശ്യമെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഏജൻറ്റിനെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് 2 ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. ഒന്ന് ഡേറ്റ ഫോർ SEOയും പിന്നെ MCPയുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ ഫോർ SEO എന്ന് പറയുന്നത് തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു SEO ഡേറ്റ പ്രൊവൈഡർമാരിൽ ഒരാളാണ് ഈ ഒരു ഡേറ്റ ഫോർ SEO എന്ന് പറയുന്ന ഈ ഒരു ടൂള്. ഗൂഗിൾ സെർച്ച് റിസൾട്ടുകൾ, കീവേഡ് വോളിയം, ബാക്ക് ലിങ്കുകൾ, ഗൂഗിൾ മാപ്പ് ഡേറ്റ തുടങ്ങി എന്ത് വിവരവും കൃത്യതയോടെ നൽകാനായിട്ട് ഇവരുടെ APIകൾക്ക് കഴിയും. അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള SEO ടൂളുകളെല്ലാം ഡേറ്റയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് അക്കൗണ്ട് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ ഫോർ ഫ്രീ എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഇമെയിൽ വെച്ചിട്ട് വേണം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ ഗൂഗിളിൻ്റെ വർക്ക് സ്പേസ് ഇമെയിൽ വെച്ചിട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബിസിനസ് ഇമെയിൽ തന്നെ വേണം, എന്നാലാണ് നമ്മൾക്കിതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മളിത് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ മെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ കോഡ് വരും. അപ്പോൾ ആ അക്കൗണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് കിട്ടിയ ഇവിടെ ഒരു കോഡ് ടൈപ്പ് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ടാവും. ആ ഒരു കോഡ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ആക്ടിവേഷൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഡയറക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. നമ്മളിവിടെ കൺഫേം ആക്ടിവേഷൻ കോഡ് കൊടുത്ത് ഓക്കെ, നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഇമെയിൽ ID യും നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്ത പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക്
ഇത്. അപ്പം നമ്മൾ ഡേറ്റ ഫോർ SEOയിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ മെയിൻലി ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ API ആക്സസ് എന്നതിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ API കീയും അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഇപ്പോൾ കോപ്പി ചെയ്യേണ്ട. നമ്മൾ N8ൻ്റെ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ക്രെഡൻഷ്യൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സർവീസസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 4 യൂസ് കേസസ് ആണ് മെയിൻലി കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ N8ൽ വരിക. N8ൽ വന്നിട്ട് ഇനി ക്രിയേറ്റ് വർക്ക് ഫ്ലോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വർക്ക് ഫ്ലോയ്ക്ക് ഒരു നെയിം കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒരു ചാറ്റ് ട്രിഗർ നോഡ് തന്നെ കൊടുക്കാം. ഓൺ ചാറ്റ് മെസ്സേജ് ആണ് നമ്മുടെ ഫസ്റ്റ് നോഡ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഒരു AI ഏജൻറ്റിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, AI ഏജൻറ്റിനോട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിന് നമുക്കൊരു ബ്രെയിൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. ചാറ്റ് മോഡൽ ഞാനിപ്പോൾ ഗ്രോക്ക് ചാറ്റ് മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ OpenAIയുടെ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു മെമ്മറി സെറ്റ് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ മെമ്മറി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ടൂൾസായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ MCP സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ ഡേറ്റ ഫോർ SEOയുടെ MCP എൻഡ് പോയിൻറ്റ്സ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ MCP എൻഡ് പോയിൻറ്റ് വരുന്നത്. നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒതൻറ്റിക്കേഷൻ ഹെഡർ ഓത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്രെഡൻഷ്യൽസ് ഫോർ ഹെഡർ ഓത്തും നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇവിടെ ഈ ക്രെഡൻഷ്യൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് നമ്മളിവിടെ എന്നിട്ട് ഈ നെയിം ഓതറൈസേഷൻ കൊടുക്കുക. പിന്നെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഡേറ്റ ഫോർ പ്രോസസ്സിൽ പോവാം. എന്നിട്ട് ഈ ഒരു base64 ഫോർമാറ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യണം. പക്ഷേ ഇതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇത് കോപ്പി ചെയ്യാം. ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇവിടെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് എന്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ബേസിക് എന്ന് പറയുന്ന ഒരു ടേം കൊടുക്കണം. ഞാനിവിടെ അത് എഴുതി കാണിക്കാം. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടുന്ന് കിട്ടിയ ഈ ഒരു കീ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഫുള്ള് ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ കോപ്പി ചെയ്യാം. എന്നിട്ട് വേണം അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആഡ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എഴുതി കാണിക്കാം. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇനി നമുക്കിത് ഓട്ടോമേഷൻസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്ത് നോക്കുന്നത് മെയിൻലി 4 യൂസ് കേസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ യൂസ് കേസ് എന്ന് പറയുന്നത് കീവേഡ് റിസർച്ച് ആണ്. രണ്ടാമത്തെ യൂസ് കേസ് ഡൊമെയിൻ അനാലിസിസ്. മൂന്നാമത്തത് കണ്ടന്റ് അനാലിസിസ് നമുക്ക് ചെയ്യാം. നാലാമത്തത് ഓൺ പേജ് അനാലിസിസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാൻ യു ഡു എ കീവേഡ് റിസർച്ച് ഫോർ നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL കൊടുത്തിട്ടുണ്ട്. ഫോർ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ MCP യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ MCPനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ MCP യൂസ് ചെയ്യുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏത് API കോൾ ചെയ്യണം എന്നുള്ളതൊന്നും നമ്മളെ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കീവേഡ് റിസർച്ച് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ MCP ഓട്ടോമാറ്റിക്കലി ഏതാണ് APIs കോൾ ചെയ്യേണ്ടത് എന്നൊക്കെ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾക്ക് ആ ഒരു കറക്റ്റ് ടൂളിനെ കോൾ ചെയ്തിട്ട് നമുക്ക് തന്നോളും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പം നമ്മുടെ ഈ ഒരു ഇതിൽ കണ്ടോ, ഈ ഒരു ടൂളിനെയാണ് ഇത് കോൾ ചെയ്തിരിക്കുന്നത്. ഡേറ്റ ഫോർ SEO ലാബ്സ് ഗൂഗിൾ കീവേഡ്സ് ഫോർ ദ സൈറ്റ് എന്നുള്ള ടൂളിനെ കോൾ ചെയ്തിട്ട് അതിൽ നിന്ന് അതിലേക്ക് നമ്മുടെ ഡേറ്റ എല്ലാം പാസ് ചെയ്തു.
നമുക്ക് റിട്ടേൺ കിട്ടിയ വാല്യൂസ്, ആ റിട്ടേൺ കിട്ടിയ വാല്യൂസിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഏജൻറ്റ് നമ്മൾക്കൊരു കറക്റ്റ് ഫോർമാറ്റഡ് രീതിയിലാക്കി ടോപ്പ് 10 കീവേഡ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓരോ ഡേറ്റയും എന്താണ് പറയുന്നത്, അതിൻ്റെ ഒബ്സർവേഷൻ, എന്തുകൊണ്ട് നമ്മൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്സ് നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളത് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾക്ക് ഡൊമൈൻ അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് എന്താണ്, എവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ ബാക്ക്ലിങ്ക്സ് വരുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കോമ്പറ്റേറ്ററിൻ്റെ വെബ്സൈറ്റും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് എവിടെ നിന്നാണ് അവർക്ക് ട്രാഫിക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതനുസരിച്ച് നമ്മുടെ സൈറ്റിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് ക്യാൻ യു ഡു അപ്പോൾ ഇവിടെ ഞാൻ ഡൊമൈൻ അനാലിസിസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റൈറ്റ് ആയിട്ടുള്ള ടൂളിനെ അത് തന്നെ കോൾ ചെയ്തോളും. അതുകൊണ്ടാണ് നമ്മൾ MCP യൂസ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ഡൊമൈൻ ഓവർവ്യൂ ഗാൽടെക് ലേണിങ്ങിൻ്റെ ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഡൊമൈൻ ഓവർവ്യൂവും അതിൻ്റെ എന്തൊക്കെ സ്ട്രെങ്ത് വീക്ക്നെസ് എന്തൊക്കെയുണ്ട്, ക്യുക്ക് വിൻ റെക്കമെൻഡേഷൻസ് തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടൻറ് അനാലിസിസും നമുക്കിതുപോലെ തന്നെ ചെയ്യാം. കണ്ടൻറ് അനാലിസിസ് ഇപ്പോൾ ഇതാണ്ട് ഇവിടെ ടൂൾ കോൾ ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൂളാണ്. കണ്ടൻറ് അനാലിസിസ് സമ്മറി എന്ന് പറയുന്ന ടൂളാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ ഡിസൈഡ് ചെയ്തോളും ഏത് ടൂളിനെയാണ് കോൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള APIയിലേക്കായിരിക്കും കോളും കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടൻറ് അനലൈസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഓൺ പേജ് SEO അനാലിസിസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ ടാഗ്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ഹെഡിങ്ങുകൾ എന്നിവയൊക്കെ ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓൺ പേജ് അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ അവരുടെ ഫീഡ്ബാക്സ് അനുസരിച്ച് നമുക്ക് അതനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും വരുത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഏജൻറ്റിൻ്റെ ഒരു യൂസ് കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മാസത്തേക്കുള്ള SEO സ്ട്രാറ്റജി നമുക്ക് വെറും മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു ഏജൻറ്റ് നമുക്ക് ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യമാണ്, നിങ്ങൾ മറ്റ് ഇതുപോലെയുള്ള SEOയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൂളുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മന്ത്ലി അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാർജുകളൊക്കെ നല്ല രീതിയിൽ വരാറുണ്ട്. പക്ഷേ ഈ ടൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡേറ്റ ഫോർ SEO ഒക്കെ യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ പേ ആസ് പെർ യൂസ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇപ്പോൾ നമ്മളൊരു കീവേഡ് റിസർച്ച് ആണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ പൈസ മാത്രമാണ് നമുക്ക് വരുള്ളൂ. അപ്പോൾ നിലവിലുള്ള നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ ടൂൾസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിലും നമ്മൾക്ക് കോസ്റ്റ് വൈസ് നല്ല രീതിയിൽ റിഡക്ഷൻ ഇങ്ങനെയുള്ള ഒരു ഏജൻറ്റ് ബിൽഡ് ചെയ്താൽ നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം, ഇത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാം ആസ് എ പ്രൊഡക്റ്റ്. നിങ്ങൾക്കൊരു SEO ടൂൾ എന്നുള്ള രീതിയിൽ ഇതിലും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അത് ഒരു പ്രൊഡക്റ്റായിട്ട് നിങ്ങൾക്ക് അവർക്ക് സെല്ല് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ ഇതുപോലെ തന്നെ എങ്ങനെയാണ് N8N സെൽഫ് ഹോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു
വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ N8N ഫോർ ഫ്രീ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾക്ക് N8N നിങ്ങൾ വെബിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ് വരും. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് സെൽഫ് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അതൊന്ന് പറയാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബേസിക്സ് ട്യൂട്ടോറിയലാണ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ അതനുസരിച്ചുള്ള വീഡിയോസ് നമുക്കിടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.